ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞതിന്റെ ബാക്കി വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ഷോറൂമിൽ ഇരിക്കുകയാണ്. ശ്രുതി കടയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് 30,000 രൂപയുടെ കണക്ക് കാണുന്നില്ലല്ലോ, ആണോ എന്ന് ശ്രുതി ദിവസക്കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം 2,000 രൂപ. ഓ അതാണോ, നീ ലഞ്ചിന് വരാത്ത ദിവസങ്ങളിലൊക്കെ ഞാന് വീട്ടിലേക്ക് പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്തുനിന്നാണ് ഭക്ഷണം കഴിക്കാറ്. 30,000 രൂപയ്ക്കാണ് സുധി ഒരു മാസം ഫുഡ് കഴിക്കുന്നത്. പിന്നല്ലാതെ ഞാനൊരു ബിസിനസ്മാൻ അല്ലേ, സാധാരണ ഹോട്ടലിൽ പോയിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുമോ? എന്റെ പ്രസ്റ്റീജ് നോക്കണ്ടേ എന്നൊക്കെ ശ്രുതി പറയുന്നത് കേട്ട ഉടനെ തന്നെ അതിന് നിന്റെ കയ്യിൽ പണം വേണമെന്ന് പറയുകയാണേ. ഓൾറെഡി വീട്ടില് 50,000 രൂപ കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ നമുക്ക് നോക്കാം ശ്രുതി, കാശൊക്കെ നമ്മളെ തേടി വരും എന്ന് പറയുകയാണേ ശ്രുതി. പക്ഷേ ശ്രുതിയുടെ ചെലവ് കുറയ്ക്കണമെന്നും ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ വരും. അവരുടെ സംസാരത്തിന്റെ ഇടയിലാണ് അങ്ങോട്ടേക്ക് ഒരാൾ കയറി വരുന്നത് കേട്ടോ. അയാളെ കണ്ട ഉടനെ തന്നെ സാധനം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണെന്ന് കരുതിയിട്ട് സാറിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ശ്രുതി അവരുടെ അരികിലേക്ക് പോകുന്നുണ്ട്. ഞാൻ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല, നിങ്ങളുടെ ഷോറൂം അക്കൗണ്ടുള്ള ബാങ്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സർ ഈ മാസത്തെ ഡ്യൂ എല്ലാം ഞാൻ കേട്ടിയല്ലോ. സർ അതിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറയുകയാണേ. ഇത് കേട്ട ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എപ്പോഴാണ് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തതെന്ന്. ഇല്ല ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഇല്ല നിങ്ങൾ അപ്ലൈ ചെയ്തതല്ല, നിങ്ങളുടെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതാണ് ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾക്ക് പ്ലാറ്റിനം കാർഡിന്റെ ഓഫറാണ് വന്നിരിക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് 10 lakhs ആണ്. 10 lakhs എന്ന് കേൾക്കുമ്പോഴേക്കും സുധിയുടെ കണ്ണ് മഞ്ഞളിക്കാൻ തുടങ്ങുവാണേ. ഈ കാർഡ്സ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ ഓഫേഴ്സ് ഒക്കെ വരുമെന്ന് പറയുകയാണേ. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി ഞാൻ പറഞ്ഞില്ലേ നമ്മളെ തേടിയിട്ട് പണം വരും എന്നുള്ള കാര്യം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടോ എന്ന് ശ്രുതി അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഡോക്യുമെന്റ്സ് ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി സാങ്ഷൻ ആയിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു സൈൻഡ് മാത്രമേ ആവശ്യമുള്ളൂ. ക്രെഡിറ്റ് കാർഡിന്റെ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. സർ നിങ്ങളൊരു നിമിഷം ഇരിക്കൂ, ശ്രുതി ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ മാറ്റി നിർത്തിയിട്ട് ഈ ക്രെഡിറ്റ് കാർഡിന്റെ ആവശ്യമുണ്ടോ, നമുക്ക് 10 lakhs ആണ് ക്രെഡിറ്റ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ചെലവാക്കുന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും ശ്രുതി ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ചിലർക്കൊന്നും കിട്ടില്ല. എന്നാൽ നമ്മൾ തേടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ള കാര്യം ശ്രുതി അറിയോ? നമ്മുടെ സ്റ്റാറ്റസ് പടിപടിയായിട്ട് മുകളിലേക്ക് ഉയർന്നുകൊണ്ട് ഇരിക്കുകയാണ് എന്ന്. നമുക്ക് വരുന്ന കാര്യങ്ങളെല്ലാം അതുകൊണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. വേണ്ട ശ്രുതി, ഇത് എമൗണ്ട് കുറച്ച് കൂടുതലാണ്. അതിനെന്താണ്, നമ്മുടെ ബിസിനസ് ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതുപോലെ തന്നെ ഒരുപാട് ബാങ്കിലുള്ള ആൾക്കാർക്ക് നമുക്ക് ലോൺ തരാൻ വേണ്ടിയിട്ട് നമ്മൾ തേടി അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും. ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിവിൽ സ്കോറും കൂടും. ഫ്യൂച്ചറിൽ അത് നമുക്ക് ഹെൽപ്ഫുള്ളും ആയിരിക്കും. ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് അത്രയും ഡൈജസ്റ്റ് ആവുന്നില്ല കേട്ടോ. ശ്രുതിയുടെ അടുത്ത് കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട, നീ വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെയാണ് പോകുന്നത്. പുറകെ ശ്രുതിയും ചെല്ലുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നിട്ട് സർ ഞാൻ എന്തെങ്കിലും എമൗണ്ട് ഒക്കെ പേ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഫ്രീ കാർഡാണ്, ലൈഫ് ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 10th നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജസും കെട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഫുൾ എമൗണ്ട് ഒറ്റയടിക്ക് പേ ചെയ്യേണ്ട കാര്യമില്ല, EMI ആയിട്ട് നിങ്ങൾക്ക് അടയ്ക്കാം. ഓ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ സർ, എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഫോമിനകത്ത് നിങ്ങളൊന്ന് സൈൻ ചെയ്ത് വന്നാൽ മതി എന്ന് പറയണേ. കേട്ട ഉടനെ തന്നെ ഫോം മേടിച്ച് സൈൻ ചെയ്യലൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ ശ്രുതി. സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം കാർഡ് എപ്പോൾ വരുമെന്ന് ചോദിക്കുകയാണ്. 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വരും. ശരിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. 10 lakhs കയ്യിൽ കിട്ടിയ ആ ഒരു ഫീലിലാണ് ആള് നിൽക്കുന്നത്. ശ്രുതി നീ എപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നടക്കും. നീ ഇവിടെയുള്ള സമയത്ത് സെയിൽസും കൂടുതലാണ്, അതുകൊണ്ടാണ് ഡെയിലി നിന്റെ അടുത്ത് ഞാൻ ഇവിടെ വരാൻ വേണ്ടി പറയുന്നത്. ശ്രുതി ഐസ് വെക്കേണ്ട എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, നമ്മുടെ ബിസിനസ് ഇനി ഓരോ ദിവസം കൂടുന്നവരും നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ആദ്യം ആ കാർഡൊന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഗോവയിൽ പോയിട്ട് വരും. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ അക്കൗണ്ട്സ് ഒക്കെ സിസ്റ്റത്തിനകത്ത് അപ്ലോഡ് ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ അവിടുന്ന് പോകുകയാണ്. പക്ഷെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണേ. ആ ടെൻഷനിലിരിക്കുന്ന സമയത്താണ് ആദ്യം ഫോൺ ചെയ്യുന്നത്. അമ്മയുടെ നമ്പർ ആയതുകൊണ്ട് എന്താ അമ്മയെന്നാണ് ചോദിക്കുന്നത്. അമ്മേ ഞാൻ ആദ്യമാണ്. ആ പറ മോനെ, എനിക്ക് അമ്മയുടെ അടുത്ത് സംസാരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അമ്മമ്മ എനിക്ക് ഫോൺ ചെയ്ത് തന്നതാണ്. ഞാൻ സ്കൂൾ വിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ആ പറയുടെ മോനെ എന്ന് ആദ്യയുടെ അടുത്ത് ശ്രുതി പറയുന്ന സമയത്ത് അമ്മ ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിന്നോട്ടെ, അമ്മ എപ്പോഴാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ വരും.
അമ്മ പറയുന്നത് സത്യമാണോ എന്നുള്ള കാര്യം ആദ്യം ഭയങ്കര സന്തോഷത്തോടു കൂടി ചോദിക്കുമ്പോൾ അതേടാ ഞാനിവിടെ സ്കൂൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാ അമ്മേ? അമ്മ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഇത് കേട്ട് ശ്രുതിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് എടാ എനിക്ക് വേണ്ടിയിട്ടല്ല നിന്നെ ചേർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെയാണോ ഇനി നിൽക്കാൻ വേണ്ടി പോകുന്നത്? അതെ. അല്ല നിന്റെ പഴയ സ്കൂളിൽ നിന്ന് പുതിയ സ്കൂളിലേക്ക് വരുന്നത് നിനക്ക് ഇഷ്ടമാണോ? ആ ഇഷ്ടമാണ്. അപ്പോൾ നിന്റെ പഴയ ഫ്രണ്ട്സൊക്കെ മിസ്സാവില്ലേ? അതൊന്നും കുഴപ്പമില്ല അമ്മേ, എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമല്ലോ. ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ മോനെയും കൂട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരും. അത് കേട്ട് ആദ്യമാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റുമല്ലേ? ആ സന്തോഷത്തിൽ അമ്മ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ശരി ആദി, ഞാൻ മോനെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണേ. തുടർന്ന് കാണിക്കുന്നത് മീരയോടൊപ്പം ശ്രുതി ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാണേ. ആ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറുമ്പോൾ മീര ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന്. ഞാൻ നിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതല്ലേ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോൾ ഓൾറെഡി ലേറ്റായി, ഞാൻ ഇതുവരെ കൺസീവ് ആയിട്ടില്ല. എടി നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് 4-5 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തർക്ക് കുട്ടികൾ തന്നെ ഉണ്ടാകുന്നത്. പിന്നെ നിനക്ക് എന്തിനാണ് ഇത്ര ധൃതി എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് തന്നെ അറിയാലോ ഞാൻ ഏത് രീതിയിലുള്ള ഒരു ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. എൻ്റെ പാസ്റ്റ് എപ്പോൾ വേണമെങ്കിലും എല്ലാവരും അറിയും. അതുകൊണ്ട് തന്നെ എനിക്കും ശ്രുതിക്കും ഇടയിൽ നല്ലൊരു ബോണ്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു വേണം. ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്രുതി എന്നെ വിട്ട് പോകില്ലല്ലോ. നിനക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് മീര ചോദിക്കുമ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാകും, പക്ഷേ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് മൊത്തമായിട്ട് എൻ്റെ കൈവിട്ട് പോവില്ല എന്നുള്ളൊരു തോന്നല്. ശ്രുതിയും എന്നെ വിട്ടു പോകില്ല. ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും കുഞ്ഞിന് വേണ്ടിയിട്ട് എന്നോട് ക്ഷമിക്കില്ലേ? ഇപ്പൊ നിനക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? നീ അവരെ സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അതും ഉടനെ തന്നെ ചെയ്യണം. അവരെ അവിടെ തന്നെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചിയും രേവതിയും അവരുടെ പുറകെ നടന്നിട്ട് ആദ്യം ദത്തെടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയും. പിന്നെ ഞാൻ പിടിക്കപ്പെടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അതിനു മുമ്പ് തന്നെ ആദ്യം അതുപോലെ തന്നെ അമ്മയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അതിനു മുമ്പ് ഈ ചെക്കപ്പിന്റെ ഒക്കെ ആവശ്യമുണ്ടോ നിനക്ക്? ഇല്ലടി, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയായില്ലേ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കാലോ. നിനക്ക് എന്ത് പ്രോബ്ലം ഉണ്ടാവാനാടി? നീ ഓൾറെഡി ഒരു കുഞ്ഞിനെ പ്രസവിച്ചതല്ലേ. ഞാനൊരു മൈക്ക് എടുത്തു തരട്ടെ, നീ അതിൽ വിളിച്ച് പറയുന്നു. ഇവിടെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ? നീ പറയുന്നത് കേക്കില്ലേടി? ഇവിടെ ആര് വരാനാടി? എന്തായാലും ലേറ്റ് ആവുന്നതോറും പ്രശ്നം എനിക്ക് കൂടി കൂടി വരികയേ ചെയ്യുള്ളൂ. ഉടനെ തന്നെ ഞാൻ കൺസീവ് ആയേ പറ്റുള്ളൂ. ആദ്യം ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. നീ വാ എന്ന് പറഞ്ഞിട്ട് മീരയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണ്. റിസപ്ഷനിൽ പോയിട്ട് പേര് പറഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണേ. അവർ രണ്ടുപേരും ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറി നിൽക്കുന്ന അതേ സമയത്താണ് നമ്മുടെ രേവതിയും അതുപോലെ തന്നെ ദേവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഹോസ്പിറ്റൽ തന്നെ അല്ലേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് അതെ ചേച്ചി, അക്കൗണ്ട്സിൽ വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്നാണ് ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത്, നിനക്ക് ജോലി കിട്ടുമോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് ദേവു ആദ്യം ചേച്ചി ഇന്റർവ്യൂ കഴിയണ്ടേ, എന്നാൽ മാത്രമല്ലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നിനക്ക് ഉറപ്പായിട്ടും ദേവു ജോലി കിട്ടും, നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ. അവര് റിസപ്ഷനിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഡോക്ടർ ശ്രുതിയെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്. പുറത്ത് മീരയുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ശ്രുതി ഉള്ളിലേക്ക് പോകുന്നത്. എന്നാൽ മീരയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നതുകൊണ്ട് തന്നെ മീരയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. ഇവർ 4 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല കേട്ടോ. റിസപ്ഷന്റെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ രേവതി വീണ്ടും ദേവുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്കിപ്പോൾ ഈ ജോലിയുടെ ആവശ്യമുണ്ടോ? നിനക്ക് കൂടുതലായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ സച്ചേട്ടൻ നിന്നെ പഠിപ്പിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? വേണ്ട ചേച്ചി, എന്തായാലും ചേച്ചി എനിക്ക് വേണ്ടിയിട്ടാണ് പാതി വഴിയിൽ പഠിപ്പ് നിർത്തിയത്. ചേച്ചി അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രത്തോളം കടമുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ റൂം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ചേർത്ത് വെക്കല്ലേ, അതൊന്നും നീ നോക്കണ്ട മോളെ. നിങ്ങൾക്ക് എന്ത് പഠിക്കണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ നിന്നെ പഠിപ്പിക്കും. ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഈ ജോലി കിട്ടിയാൽ മാത്രം മതി. അമ്മയും അതുപോലെ തന്നെ ശരത്തിനെയും ഞാൻ നോക്കിക്കോളാം. ദേവുവിന്റെ ആ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് രേവതി പറയുന്നത് എനിക്കെന്തോ ഇന്നലെ നിന്നെ എൻ്റെ സൈക്കിളിന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോയത് പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഇന്ന് നിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. എനിക്കെന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് മോളെ. ഈ ജോലി എന്തായാലും ദേവു നിനക്ക് കിട്ടും. ഇത് നിന്റെ ഒരു അടയാളമായിട്ട് മാറും. അതുപോലെ തന്നെ ഒരു പെണ്ണിന് ജോലി എന്ന് പറയുന്നതാണ് അവക്ക് അഭിമാനവും അതുപോലെ തന്നെ അവളുടെ അന്തസ്സും എല്ലാം തീരുമാനിക്കുന്നത്. നാളെ നിന്റെ കല്യാണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആ വീട്ടിൽ പോകുന്ന സമയത്ത് നിനക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിനക്ക് മര്യാദ കിട്ടുള്ളൂ. അതറിയാലോ ചേച്ചി, അത് ചേച്ചിയുടെ വീട്ടിൽ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ദേവു ചെന്നിട്ട് റിസപ്ഷനിൽ എൻ്റെ പേര് ദേവു എന്നാണ്, ഇവിടെ അക്കൗണ്ടൻസ് വേക്കൻസി കണ്ടു, അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. ചേച്ചി ഞാൻ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വരാം, ചേച്ചി ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ദേവു അവിടുന്ന് പോവുകയാണേ. അത് കഴിഞ്ഞിട്ട്
ഡോക്ടർ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതിയെ. ചെയ്തതിന് ശേഷം ചോദിക്കുന്നത് ഫസ്റ്റ് ഡെലിവറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്നാണ്. ഇല്ല എന്ന് പറയാണ് ശ്രുതി. ആദ്യത്തേത് മാഡം നോർമൽ ഡെലിവറി ആയിരുന്നു. പെയിൻ വന്ന് 2-3 ഹവേഴ്സിനുള്ളിൽ തന്നെ ബേബി ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സെക്കൻഡ് ബേബി ആവാൻ വേണ്ടിയിട്ട് മാഡം കുറച്ച് ടൈം ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ ശരി നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുത്തുള്ള ചെയറിൽ കൊണ്ട് ഇരുത്തുവാണേ. ഫിസിക്കലി നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് ആണ്. പിന്നെന്താ മാഡം ലേറ്റ് ആവുന്നത്? അതിന് വേറെയും കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സൈക്കോളജിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിലും ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആണോ എന്ന് ചോദിക്കുകയാണേ. അതെ മാഡം, ഞാൻ ചില സമയത്ത് സ്ട്രെസ്ഡ് ആവാറുണ്ടെന്ന് പറയുകയാണേ. എന്തെങ്കിലും പെർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫാമിലി ഇഷ്യൂ എന്ന് പറയുകയാണേ. എല്ലാ ഫാമിലീസിലും ഇഷ്യൂ ഉണ്ടാകും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാതെ റിലാക്സ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. മാഡം, എനിക്ക് രണ്ടാമത് കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് സാധ്യതയുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണ്. മൈൻഡ് കുറച്ച് റിലാക്സ് ആക്കിയിട്ട് വെച്ചാൽ മതി. ഹെൽത്തി ഫുഡ്സ് ഒക്കെ കഴിക്കുക, പിന്നെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക, വാക്കിങ്ങിനൊക്കെ പോയാൽ മതി. വൈറ്റമിൻസ് ടാബ്ലറ്റ്സ് ഒക്കെ ഞാൻ എഴുതരാം, അത് റെഗുലർ ആയിട്ട് കഴിച്ചാൽ മതി. ഉടനെ തന്നെ നിങ്ങൾ കൺസീവ് ആയിക്കോളും. എന്തായാലും കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ശ്രുതി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ശ്രുതി പുറത്തേക്ക് വരുന്ന സമയത്ത് രേവതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ചേച്ചി എന്തോ പെട്ടെന്ന് ഒരു അർജന്റ് മാല കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഉണ്ട്, അതുകൊണ്ട് തന്നെ രേവതിയെ സഹായത്തിന് വേണ്ടിയിട്ട് വിളിക്കുവാണേ. ആ സമയത്ത് രേവതി പറയുന്നുണ്ട് ദേവുവിൻ്റെ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും ചേച്ചി ഒരു മിനിറ്റ് ഞാൻ വിളിച്ചിട്ട് അവളുമായിട്ട് സംസാരിച്ചതിന് ശേഷം ചേച്ചിയെ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. തുടർന്ന് മീര ഫോണിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ശ്രുതിക്ക് അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഫിസിക്കലി കുഴപ്പമൊന്നുമില്ല, മെന്റലി കുറച്ച് സ്ട്രെസ് ആയതുകൊണ്ടാണ് കൺസീവ് ആവാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് എന്ത് സ്ട്രെസ് ആടി? നീ എന്താടി നിന്റെ അച്ഛൻ മലേഷ്യയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണം കഴിച്ചത് മറച്ചു വെച്ചിട്ട് വേറെ കല്യാണം കഴിച്ചോ? അതോ 10 വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞ് നിനക്കുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് മറച്ചു വെച്ചിട്ടാണോ നീ കല്യാണം കഴിച്ചത്? അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. നീ എന്തൊക്കെയാണ് മീര പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ല, എന്താണ് ഞാൻ പറയേണ്ടത്? ഇത്രയും കള്ളങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടല്ലേ നീ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്? എപ്പോഴാണ് പിടിക്കപ്പെടുക എന്നുള്ള കാര്യം അറിയാതെയാണ് ജീവിക്കുന്നത്. ആ ഒരു ഭയം തന്നെ പോരെ നിനക്ക് സ്ട്രെസ് തരാൻ വേണ്ടിയിട്ട്? ആ ഭയം എന്തായാലും നിന്നെ ഒരിക്കലും വിട്ടു പോകാൻ വേണ്ടി പോകുന്നില്ല. ആ ഭയം പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉടനെ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് വിചാരിച്ചത്. ആഹാ, ഇപ്പൊ ഇതെന്തായാലും നന്നായി. ഭയം പോയാൽ മാത്രമേ നിനക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കുഞ്ഞിനെ പ്രസവിച്ചാൽ മാത്രമേ ഭയം പോവുള്ളൂ. ഇത് സർക്കിൾ ലൂപ്പ് പോലെയാണല്ലോ. തൽക്കാലത്തേക്ക് നിന്റെ ഈ കുഞ്ഞിന്റെ പ്ലാന് മാറ്റി വെക്കുന്നതായിരിക്കും ശ്രുതി നല്ലതെന്ന് മീര പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കാരണം അവന് പ്രശ്നം വരുമെന്ന് വിചാരിച്ചിട്ട് കളർ ഷർട്ടാണ് ഓരോ ദിവസം മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. നിനക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ട്, അവനെ കുറിച്ചിട്ട് നീ ഇതുവരെ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ വേറൊരു കുഞ്ഞോ? അങ്ങനെ കുഞ്ഞുണ്ടായാൽ മാത്രമാണ് എനിക്ക് എൻ്റെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സുധി എന്നെ വിട്ട് പോവാതിരിക്കുള്ളൂ. സുധിയാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും വലുത്. ആര്? ആ പൊട്ടനോ? നീ എന്താടി അവൻ അങ്ങനെ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് മീരയെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ശ്രുതി. പിന്നെ അല്ലാതെ എന്താ പറയേണ്ടത്? പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം കളർ ഷർട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവനെ വേറെ എന്താ വിളിക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെ ഒരാളെങ്കിലും ഉണ്ട്, നിനക്ക് അതും ഇല്ലല്ലോ. നീ ഒറ്റത്തടിയായിട്ടല്ലേ നിൽക്കുന്നത്. ഇവനെ പോലത്തെ ആൾക്കാരെ കിട്ടുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് എന്നേറ്റ് നിൽക്കുന്നതാണ് നല്ലത്. ഇപ്പോഴും നീ അങ്ങനെ തന്നെയാണല്ലോ. നീ വാ, എനിക്ക് ടാബ്ലറ്റ്സ് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി മീരയും കൂട്ടി അങ്ങ് പോവാണേ. അപ്പോഴും നമ്മുടെ രേവതിയും അതുപോലെ തന്നെ ശ്രുതിയും മീരയും തമ്മിൽ കാണുന്നില്ല കേട്ടോ. ജസ്റ്റ് മിസ്സാണ്. ശ്രുതിയും മീരയും കൂടി ചേർന്നിട്ട് പ്രിസ്ക്രിപ്ഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഡോക്ടർ റൂമിലേക്ക് കയറുമ്പോഴാണ് തൊട്ടടുത്ത മുറിയിൽ നിന്നും ദേവു പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. വന്നോടനെ തന്നെ നമ്മുടെ രേവതിയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടേ, എന്താ നിനക്ക് ജോലി കിട്ടിയോ? നീ അവർ ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞോ? അല്ലെങ്കിൽ ഇതുപോലെ അവിടെ പോയിട്ട് മിണ്ടാതിരിക്കാണോ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചോദിക്കുമ്പോൾ ചേച്ചി എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? പിന്നെ എനിക്ക് ടെൻഷൻ ആവില്ലേ? എന്താന്ന് വെച്ചാൽ കാര്യം പറ. ചേച്ചി ജോലിയുടെ കാര്യം കൺഫേം ആയിട്ടില്ല, ഒരു റൗണ്ട് ഇന്റർവ്യൂ കൂടി ഉണ്ട്. എന്തായാലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ HR ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലേ കൺഫേം ആകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓ, അപ്പോഴേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാലോ? നിനക്ക് വിശക്കുന്നുണ്ടാവില്ലേ? ഇല്ല ചേച്ചി, എന്തായാലും ഇപ്പൊ പോകാൻ വേണ്ടി പറ്റില്ല. അവരെ എപ്പോഴാ വിളിക്കാന്നുള്ള കാര്യം അറിയില്ലല്ലോ. ഒരുപാട് സമയം എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല ചേച്ചി, അവര് വിളിക്കുമ്പോഴല്ലേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓ, അങ്ങനെയാണല്ലേ. എനിക്ക് ഇന്ന് വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട്, അതിന് പൂ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ചേച്ചി പോയിട്ട് വാ. അല്ല, നിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ തനിയെ വിട്ടിട്ട് പോകുന്നത്? ഞാൻ എന്താ ചേച്ചി ചെറിയ കുട്ടിയാണോ? ചേച്ചി ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നമുക്ക് വലിയ വലിയ ഓർഡർ ഇടയ്ക്കൊക്കെയല്ലേ വരുള്ളൂ. അതുകൊണ്ട് ചേച്ചി പൊക്കോ, ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ചേച്ചിയെ വിളിക്കാം. ശരി, നിനക്ക് ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം എന്നെ വേഗം തന്നെ വിളിച്ച് അറിയിക്കണേ. ശരി ചേച്ചി, ചേച്ചി പൊക്കോ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പറഞ്ഞു വിടുവാണ്. തുടർന്ന് ദേവു പോയിട്ട് റിസപ്ഷന്റെ അവിടെ ഇരിക്കുന്നുണ്ട്. HR എപ്പോഴാ വിളിക്കാന്നുള്ള കാര്യം അറിയില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണേ. അതേസമയം ഡോക്ടറിന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് റിസപ്ഷനിൽ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പോകുന്നത് നമ്മുടെ ദേവു അവിടുന്ന് കാണണേ.
മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ എന്തായിരിക്കും ശ്രുതി ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് അവരുടെ അരികിലേക്ക് പോകുമ്പോഴേക്കും ഒരാൾ വന്നിട്ട് HR നിങ്ങളെ മീറ്റ് ചെയ്യണം, അങ്ങോട്ടേക്ക് ചെന്നോളൂ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. അങ്ങനെ ദേവുവിന് അവിടുന്ന് ശ്രുതിയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറ്റാതെ നേരെ HR മുറിയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി ചേച്ചിയുമായിട്ട് ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ഫോൺ എടുത്ത് നോക്കിയ സമയം എത്രയായിന്ന് 3 മണിയായെന്നുള്ള കാര്യം പറയുമ്പോൾ ദേവു ഇതുവരെ വിളിച്ചില്ലല്ലോ, ഞങ്ങളുടെ അച്ഛൻ ദൈവത്തെ പോലെ നിന്നിട്ട് വീട്ടിലെ ഓരോരോ കഷ്ടപ്പാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദേവു എന്തായാലും പഠിച്ച് പാസ്സായി, ഇനി ജോലിയും കൂടി കിട്ടിയാൽ മതി. ഇനിയിപ്പോ അടുത്ത ശരത്താന്ന് പറയുമ്പോൾ നിന്റെ അനിയനാണല്ലോ ആ ആന്റണിയുടെ കൂടെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം മാത്രമാണ് ചേച്ചി ഒരു ഭയം തോന്നുന്നത്. ആ പൊറുക്കിയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ പുറകെ വിടാണ്ട് പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ശരത്ത് പഠിപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല ജോലിക്ക് പോകും. അത് കഴിഞ്ഞ് പിന്നെ ആന്റണി മൊത്തമുള്ള സഹവാസവും അവസാനിച്ചോളൂ. നേരം കാലമൊക്കെ വരുന്ന സമയത്ത് എല്ലാ കാര്യവും നന്നായിട്ട് നടക്കും. നീ എന്തായാലും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട രേവതി. അപ്പോഴേക്ക് രേവതിയുടെ ഫോണിലേക്ക് ദേവു വിളിക്കുവാണേ. ദേവു ഫോൺ എടുത്ത ഉടനെ തന്നെ ചേച്ചി എനിക്ക് ജോലി കിട്ടി, 6 മാസം പ്രൊബേഷനാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പെർമനന്റ് ആക്കുമെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ദേവു എനിക്ക് ഒരുപാട് സന്തോഷമായി. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഓരോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാണാൻ വേണ്ടിയിട്ട് അച്ഛനില്ലാതായി പോയല്ലോ. ചേച്ചി എനിക്കും അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നീ അമ്മയെ വിളിച്ചിട്ട് വിവരം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി, ഞാൻ ആദ്യം ചേച്ചിയെ വിളിച്ചിട്ടാണ് കാര്യം പറഞ്ഞത്. നീ എന്തായാലും വീട്ടിലേക്ക് പോയിട്ട് അമ്മയുടെ അടുത്ത് കാര്യം പറ, ഞാൻ സച്ചേട്ടനെ വിളിച്ചിട്ട് പറയാം. സച്ചേട്ടനും ഒരുപാട് സന്തോഷാകും. പിന്നെ ചേച്ചി ഞാൻ ഇവിടെ ഒരാളെ കണ്ടു. ആരെന്ന് രേവതി ചോദിക്കുമ്പോൾ ശ്രുതിയോ അവളെന്തിനാണ് ആ ഹോസ്പിറ്റലിൽ വന്നത്? അതറിയില്ല ചേച്ചി. ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും HR എന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചു. പിന്നെ എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. അത് മെറ്റേണിറ്റി ഹോസ്പിറ്റലല്ലേ, കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം അന്വേഷിക്കാൻ വേണ്ടി വരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ചേച്ചി, ഇവിടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ആൾക്കാർ വരുള്ളൂ. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രേവതി വിചാരിക്കുന്നത് ശ്രുതി പ്രഗ്നന്റ് ആയിരിക്കും, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും എന്നുള്ള കാര്യമാണ്. ഒരുപക്ഷെ അതിന് വേണ്ടിയിട്ടായിരിക്കോ വന്നിട്ടുണ്ടാവുക. അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാല് അവള് ഗർഭിണിയായിരിക്കോ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കോ, ഒരുപക്ഷെ ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് 2 സന്തോഷമുണ്ട്. ഒന്ന് നിനക്ക് ജോലി കിട്ടിയതും, രണ്ടാമത്തെ സന്തോഷം ശ്രുതി ഗർഭിണിയായതും. ചേച്ചിയുടെ അമ്മായിമ്മയുടെ കൂടെ ചേർന്നിട്ട് അവരും ചേച്ചിക്കിട്ട് നല്ല പണി പണിയുന്നുണ്ടല്ലോ. എന്നിട്ടും അവരുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ചേച്ചി സന്തോഷിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാനാണ് ദേവു, അവരും നമ്മുടെ കുടുംബത്തിലുള്ളതല്ലേ. നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു വരുമ്പോൾ അത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. ചേച്ചി ഇപ്പൊ എവിടെയുള്ളത്? മാല എന്തോ കെട്ടണം എന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, നീ ഇപ്പോൾ നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി, നീ വേഗം ചെന്നിട്ട് അമ്മയുടെ അടുത്ത് കാര്യം പറ, അമ്മ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുള്ള കാര്യം പറയുകയാണേ. അങ്ങനെ രേവതി സന്തോഷിക്കുകയാണ്. ശ്രുതി പോയിരിക്കുന്നത് അവള് ഗർഭിണി ആയതുകൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കും എന്നാണ് രേവതി വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി ഉണ്ടാവാൻ വേണ്ടി പോകുന്ന സംഭവങ്ങളൊക്കെ ശ്രുതി ഒന്ന് പ്രസവിച്ചതാണെന്നുള്ള കാര്യം രേവതി കാരണം അവിടെ വീട്ടിൽ എല്ലാവരും അറിയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ പറയാം കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്